നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടു പോയതാ, എനിക്ക് ഉറപ്പാ. എന്റെ മോള് അവളെ കാണാനില്ല. എനിക്ക് എന്റെ മോളെ വേണം. എവിടുന്ന കുട്ടിയെ കാണാതായത്? സ്കൂളിൽ സ്കൂളിൽ അവളെ വിളിക്കാൻ ചെന്നപ്പോ മോൾ അവിടെ ഇല്ല. വീട്ടിൽ അന്വേഷിച്ചപ്പോ അവിടെ എത്തിയിട്ടില്ല സാറേ. സ്വന്തക്കാരോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയോ? ഇല്ല സർ. ഉറപ്പാണോ? ആ അതെ. ആരെങ്കിലും സംശയമോ മറ്റോ? ഇല്ല സർ. അപ്പോ നിലവിൽ നിങ്ങൾക്ക് ആരെയും സംശയമൊന്നുമില്ല അല്ലേ? ഇല്ല. ശരി സർ. ഇവര് പറയുന്ന ഡീറ്റെയിൽസ് വെച്ച് ഒരു പരാതി തയ്യാറാക്കണം. എന്നിട്ട് ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. കുട്ടിയുടെ സ്കൂള്, പേര്, അഡ്രസ്, പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എല്ലാം കൊടുക്കണം. സർ, കുട്ടിയുടെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അന്വേഷണം ഇപ്പൊ തന്നെ തുടങ്ങാം. സമാധാനമായിട്ട് ചെല്ലൂ. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. വരും. അമ്മേ. മോളെ എന്തായി? മോളെ കിട്ടിയോ? ഇല്ല അമ്മേ. അമ്മേ, ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവരെന്തു പറഞ്ഞു മോളെ? അന്വേഷിക്കാന്ന് പറഞ്ഞു. എന്നോട് വീട്ടിലേക്ക് പോയിക്കോളാനും പറഞ്ഞു. എനിക്ക് ഒരു സമാധാനവും ഇല്ല അമ്മേ. നമ്മുടെ ദീമോൾക്കൊന്നും സംഭവിക്കില്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ജഗനെ ഒന്ന് വിളിക്കാം. അന്ന് ദീമോൾ അപകടത്തിൽപ്പെട്ടപ്പോഴും ജഗനെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ പറഞ്ഞ ജഗൻ വരും. ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ജഗനെ വിളിക്കാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അമ്മേ. മോള് ഫോൺ വെച്ചേക്ക്. അമ്മ ജഗനെ ഒന്ന് വിളിക്കട്ടെ. ഈശ്വര, എന്റെ കുഞ്ഞ് എവിടെയായിരിക്കും? എന്താ സംഭവിച്ചത്? മോളെ കാണാനില്ല. ഞാനും സെക്യൂരിറ്റിയും കൂടി സ്കൂളിൽ മുഴുവൻ അരിച്ചു പെറുക്കി തെരഞ്ഞിട്ടും അവളെങ്ങും കണ്ടില്ല. എനിക്ക് എന്റെ മോളെ വേണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടു പോയതാ, എനിക്ക് ഉറപ്പാ. എന്റെ മോള്
കരയാതെ വന്ദനെ. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. ആരുമില്ല എന്നെ സഹായിക്കാൻ. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ഞാൻ ജഗന്റെ കാല് പിടിക്കാം. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു തരണം. വന്ദന, എന്താ ഇത്? എന്നെ ഉപേക്ഷിക്കരുത്. സഹായിക്കാൻ മറ്റാരുമില്ല എനിക്ക്. അല്ല, സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? ആ, കൊടുത്തു. സഹായിക്കാമെന്നും പറഞ്ഞു. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്നെ ചന്ദ്രികാമ്പ വിളിച്ച് പറഞ്ഞു. ആദ്യം വേണ്ടത് വന്ദനയുടെ മനസ്സുറപ്പാ. കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഭിക്ഷക്കാരിൽ നിന്നും ദിയമോളെ രക്ഷിച്ച എനിക്ക് അവളെ ഇനിയും കണ്ടെത്താനാവും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടായിരുന്നാലും മോളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കേ. ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ ഒരു തോന്നൽ ഇനി വേണ്ട. ഈ ജഗൻ കൂടെയുണ്ട്. ആദ്യം നമുക്ക് ഇൻസ്പെക്ടറെ ഒന്നുകൂടെ കണ്ട് കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താം. അവരന്വേഷിക്കട്ടെ. അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വകയായിട്ടൊരു അന്വേഷണം നമുക്ക് നടത്താം. വാ. കുട്ടിയുടെ കാലിന് അല്പം സ്വാധീനക്കുറവുണ്ട്. ഞാൻ അയച്ച ഫോട്ടോ കണ്ടല്ലോ. ദേവി മാതാ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. കുട്ടിയെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഉടൻ തന്നെ അറിയിക്കണം. ഓക്കെ? ദിയമോളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും മെസ്സേജും കുട്ടിയുടെ ഫോട്ടോയും ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, കുട്ടിയെക്കുറിച്ച് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ സർ? അതിനുള്ള സമയമായിട്ടില്ലല്ലോ ജഗൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.